നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. 2 ശമൂവേലിൻ്റെ പുസ്തകത്തിൽ കൂടെയുള്ളതായ നമ്മുടെ വായന തുടരുമ്പോൾ ഇന്ന് നാം വീണ്ടും ഒരു ചെറിയ ഇടവേളയെടുത്ത് സങ്കീർത്തനങ്ങൾ 106ഉം 107ഉമാണ് ഇന്ന് വായനയ്ക്കായി നാം എടുത്തിരിക്കുന്നത്. ഈ ഇടവേള അതിമനോഹരവും അത്യന്തം അർത്ഥവത്തുമാണ്. 2 ശമൂവേൽ ദാവീദിൻ്റെ രാജ്യത്വത്തിൻ്റെ സ്ഥാപനം, അവൻ്റെ വിജയങ്ങൾ, ദൈവം അവനോട് ചെയ്ത നിയമം എന്നിവ വിവരിക്കുമ്പോൾ ഈ സങ്കീർത്തനങ്ങൾ ഇസ്രായേലിൻ്റെ ചരിത്രത്തിന് പിന്നിലെ ആത്മീയ ഹൃദയമിടിപ്പ് വെളിപ്പെടുത്തുകയാണ്. സങ്കീർത്തനം 106 ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുന്നു. ഇസ്രായേലിൻ്റെ ആവർത്തിച്ച പരാജയങ്ങളുടെ വേദനാജനകമായ ഏറ്റുപറച്ചിലാണത്. ദൈവജനങ്ങൾ എങ്ങനെ ദൈവത്തിൻ്റെ നന്മ മറന്നു, അവൻ്റെ വചനത്തോട് മത്സരിച്ചു, സ്വന്തം തിരഞ്ഞെടുപ്പുകളുടെ ഫലമായി കഷ്ടം അനുഭവിച്ചു എന്നത് അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 107 ഭാവിയിലേക്ക് പ്രത്യാശയോടെ നോക്കുന്നു. ചിതറിപ്പോയ തൻ്റെ ജനത്തെ ദൈവം വീണ്ടും ഒരുമിച്ച് കൂട്ടിയ അത്ഭുത കൃപയെ അത് ആഘോഷിക്കുന്നു. സങ്കീർത്തനം 106 മനുഷ്യൻ്റെ അവിശ്വസ്തതയെക്കുറിച്ചാണെങ്കിൽ സങ്കീർത്തനം 107 ദൈവത്തിൻ്റെ അചഞ്ചല വിശ്വസ്തതയെക്കുറിച്ചാണ്. ഈ 2 സങ്കീർത്തനങ്ങളും ചേർന്ന് ഒരു മഹത്തായ സത്യം നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ പാപം എത്ര വലിയതാണെങ്കിലും ദൈവത്തിൻ്റെ കരുണ അതിലും വലിയതാണ്. 106ാമത്തെ സങ്കീർത്തനം സ്തോത്രത്തോടെ ആരംഭിക്കുന്നു. യഹോവ നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. ഈ ഒരു പ്രഖ്യാപനമാണ് മുഴുവൻ സങ്കീർത്തനത്തിൻ്റെയും അടിസ്ഥാനം. കാരണം തുടർന്ന് പറയുന്നതെല്ലാം ഒരേ ഒരു സത്യം തെളിയിക്കുന്നു. ഇസ്രായേൽ നിലനിന്നത് അവരുടെ വിശ്വസ്തത കൊണ്ടല്ല, ദൈവത്തിൻ്റെ വിശ്വസ്തത കൊണ്ടാണ്. സങ്കീർത്തനക്കാരൻ ഇസ്രായേലിൻ്റെ ചരിത്രത്തിലൂടെ നമ്മെ നടത്തുന്നു. ചെങ്കടലിൽ അവർ സംശയിച്ചു, മരുഭൂമിയിൽ അവർ പിറുപിറുത്തു, ലൗകിക മോഹങ്ങളെ അവർ ആഗ്രഹിച്ചു, പൊൻകാളക്കുട്ടിയെ ആരാധിച്ചു, ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ തള്ളിക്കളഞ്ഞു, ബാൽ പെയോരിനോട് ചേർന്നു, മോശയോട് മത്സരിച്ചു, ദൈവത്തിൻ്റെ അത്ഭുതങ്ങളെ മറന്നു, വിജാതീയരുമായി കലർന്നുപോയി, സ്വന്തം മക്കളെപ്പോലും വിഗ്രഹങ്ങൾക്ക് ബലിയർപ്പിച്ചു. ഈ സങ്കീർത്തനത്തിൽ വീണ്ടും വീണ്ടും കേൾക്കുന്ന വാക്ക് ഹൃദയഭേദകമാണ്. അവർ മറന്നുപോയി. ദൈവത്തിൻ്റെ ശക്തി അവർ മറന്നു, ദൈവത്തിൻ്റെ വിടുതൽ അവർ മറന്നു, ദൈവത്തിൻ്റെ നിയമം അവർ മറന്നു, ദൈവത്തിൻ്റെ വിശുദ്ധിയും അവർ മറന്നു. ദൈവത്തെ മറന്ന ഓരോ പ്രാവശ്യവും അവർ ആത്മീയ ദിശ നഷ്ടപ്പെടുത്തി. ഇന്നും ഇത് തന്നെയല്ലേ സംഭവിക്കുന്നത്? മിക്ക വിശ്വാസികളും ഒരു ദിവസം പെട്ടെന്ന് വിശ്വാസത്തിൽ നിന്ന് വീഴുന്നില്ല. ആദ്യം അവർ ഓർക്കുന്നത് നിർത്തുന്നു. പ്രാർത്ഥന വെറും പതിവാകുന്നു, ആരാധന യാന്ത്രികമാകുന്നു, നന്ദി അപ്രത്യക്ഷമാകുന്നു, ക്രമേണ ഹൃദയം തണുത്ത് പോകുന്നു. ആത്മീയ തകർച്ച എപ്പോഴും ആത്മീയ മറവിയിൽ നിന്നാണ് ആരംഭിക്കുന്നത്. എന്നാൽ ഓരോ പ്രാവശ്യവും ഇസ്രായേൽ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ ദൈവം തൻ്റെ നിയമം ഓർത്തു. 45-ാം വാക്യം മനോഹരമായി പറയുന്നു, അവർക്ക് വേണ്ടി അവൻ തൻ്റെ നിയമം ഓർത്തു. ഇസ്രായേൽ ദൈവത്തെ മറന്നു, എന്നാൽ ദൈവം ഒരിക്കലും ഇസ്രായേലിനെ മറന്നില്ല. അതാണ് ദൈവത്തിൻ്റെ കൃപ. സങ്കീർത്തനം 107 അതേ പ്രഖ്യാപനത്തോടെയാണ് ആരംഭിക്കുന്നത്. യഹോവ നല്ലവൻ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്, അവനെ സ്തോത്രം ചെയ്യുവീൻ. എന്നാൽ ഇപ്പോൾ അന്തരീക്ഷം പൂർണ്ണമായും മാറുന്നു. ഇസ്രായേലിൻ്റെ പരാജയങ്ങളെ വിവരിക്കുന്നതിന് പകരം ഈ സങ്കീർത്തനം ദൈവത്തിൻ്റെ വിടുതലിനെ ആഘോഷിക്കുന്നു. വീണ്ടെടുക്കപ്പെട്ടവർ കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും ഒരുമിച്ച് കൂട്ടപ്പെടുന്നു. ഇത് ഇസ്രായേലിൻ്റെ പുനഃസ്ഥാപനത്തെ മാത്രമല്ല, ക്രിസ്തുവിലൂടെ എല്ലാ ജാതികളിൽ നിന്നും തൻ്റെ സഭയെ ദൈവം ഒരുമിച്ച് കൂട്ടുന്നതിനെയും മുൻകൂട്ടി കാണിക്കുന്നു. ശേഷം സങ്കീർത്തനക്കാരൻ 4 വിഭാഗം ആളുകളെ ഈ സങ്കീർത്തനത്തിൽ അവതരിപ്പിക്കുന്നു. 1, മരുഭൂമിയിൽ വഴിതെറ്റിയവർ. അവർ വഴിതെറ്റിയവരായിരുന്നു, വിശന്നവരായിരുന്നു, ദാഹിച്ചവരായിരുന്നു, അവർക്കൊരു ദിശയുമില്ലായിരുന്നു. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. ദൈവം അവരെ പാർക്കുവാനൊരു പട്ടണത്തിലേക്ക് നടത്തി. ഇന്ന് തൊഴിൽപരമായി വിജയിച്ചിട്ടും ആത്മീയമായി വഴിതെറ്റിയ എത്രയോ ആളുകളുണ്ട്. യേശുവിന് മാത്രമേ പറയാൻ കഴിയൂ, വഴിയും സത്യവും ജീവനും ഞാനാകുന്നു. 2ാമത്തെ കൂട്ടർ ഇരുളിലും ബന്ധനത്തിലും കഴിയുന്നവരാ. സ്വന്തം മത്സരവും അനുസരണക്കേടും നിമിത്തം അവർ ചങ്ങലകളിൽ ബന്ധിക്കപ്പെട്ടിരുന്നു. പാപം എപ്പോഴും സ്വാതന്ത്ര്യം വാഗ്ദാനം ചെയ്യുന്നു, എന്നാൽ ഒടുവിൽ അടിമത്തത്തിലേക്കാണ് അത് നമ്മെ നയിക്കുന്നത്. എന്നാൽ അവർ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ അവൻ അവരുടെ ചങ്ങലകൾ പൊട്ടിച്ചു. ഇന്നും യേശു അടിമത്തങ്ങളും ദുശീലങ്ങളും ഭയവും കുറ്റബോധവും ലജ്ജയും തകർക്കുന്നവനാണ്. 3ാമത്തെ കൂട്ടർ വിഡ്ഢിത്തമുള്ള ജീവിതം നിമിത്തം രോഗബാധിതരായവരാണ്. അവരുടെ സ്വന്തം പാപപൂർണമായ തിരഞ്ഞെടുപ്പുകൾ അവരെ കഷ്ടത്തിലാക്കി. എന്നാൽ ദൈവത്തിൻ്റെ വചനം അവരെ സൗഖ്യമാക്കി. എത്ര ശക്തമായ സത്യമാണിത്! മരുന്ന് ശരീരത്തെ സൗഖ്യമാക്കുന്നു, ദൈവവചനം ആത്മാവിനെ സൗഖ്യമാക്കുന്നു. മഹാവൈദ്യനായ കർത്താവ് ഇന്നും തൻ്റെ സത്യത്തിലൂടെ സൗഖ്യം പകരുന്നു.
നാലാമത്തെ കൂട്ടർ കൊടുങ്കാറ്റിൽ അകപ്പെട്ട നാവികർ. ഭയാനകമായ തിരമാലകളിൽ അവർ അകപ്പെട്ടു. അവരുടെ എല്ലാ വിവേകവും പരാജയപ്പെട്ടു. അവർ നിസ്സഹായരായി. അപ്പോൾ അവർ യഹോവയോട് നിലവിളിച്ചു. ഉടനെ ദൈവം കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ഗലീൽ കടലിൽ കൊടുങ്കാറ്റിനെ ശാസിച്ച ക്രിസ്തുവിൻ്റെ മനോഹരമായ ഒരു മുൻ ഛായയാണിത്. പ്രകൃതിയെ ഭരിക്കുന്ന അതേ ദൈവം ഇന്നും നമ്മുടെ സാഹചര്യങ്ങളെയും നിയന്ത്രിക്കുന്നു. ഈ സങ്കീർത്തനത്തിൽ 4 പ്രാവശ്യം ഒരേ മാതൃക ആവർത്തിക്കുന്നു. അവർ തങ്ങളുടെ കഷ്ടത്തിൽ യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ സങ്കടങ്ങളിൽ നിന്ന് വിടുവിച്ചു. എത്ര ആശ്വാസകരമായ മനോഹരമായിട്ടുള്ള സന്ദേശം! പ്രശ്നം വഴിതെറ്റലായാലും ബന്ധനമായാലും രോഗമായാലും കൊടുങ്കാറ്റായാലും ദൈവം ഇന്നും തന്നോട് നിലവിളിക്കുന്നവരുടെ പ്രാർത്ഥന കേൾക്കുന്നു. പ്രാർത്ഥന ഇന്നും സ്വർഗത്തിൻ്റെ അടിയന്തര സഹായ വിളിയാണ്. ഈ 2 സങ്കീർത്തനങ്ങളും 2 ശമൂവേലിലെ ചരിത്രവുമായി അതിസുന്ദരമായി യോജിച്ച് നിൽക്കുന്നു. ദാവീദ് ഇപ്പോൾ രാജ്യം ഏകീകരിച്ചിരിക്കുന്നു. യെരുശലേം ഇസ്രായേലിൻ്റെ തലസ്ഥാനമായി മാറിയിരിക്കുന്നു. നിയമപെട്ടകം തിരികെ വന്നിരിക്കുന്നു. ദാവീദിന് എന്നേക്കുമുള്ളൊരു രാജ്യം ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്നാൽ ദാവീദ് ഒരു വലിയ സത്യം മനസ്സിലാക്കിയിരുന്നു. ഇസ്രായേലിൻ്റെ ഏറ്റവും വലിയ ഭീഷണി ഇനി ഫെലിസ്ത്യരല്ല, വിജയത്തിന് ശേഷം ദൈവത്തെ മറക്കുന്നതാണ്. പലപ്പോഴും കഷ്ടകാലത്തേക്കാൾ വലിയ ആത്മീയ അപകടം വിജയകാലത്താണ്. അതുകൊണ്ടാണ് ഈ സങ്കീർത്തനങ്ങൾ ഏകീകൃത രാജ്യമെമ്പാടും മുഴങ്ങുന്ന ഒരു ആത്മീയ മുന്നറിയിപ്പായി മാറുന്നത്. ഒരു ജനതയ്ക്ക് നീതിമാനായ രാജാവ് ഉണ്ടാകാം, മനോഹരമായ തലസ്ഥാനമുണ്ടാകാം, സൈനിക വിജയങ്ങളുണ്ടാകാം, സാമ്പത്തിക സമൃദ്ധി ഉണ്ടാകാം. എന്നാൽ അവർ ദൈവത്തെ മറന്നാൽ അവരുടെ ഭാവി ഇതിനകം അപകടത്തിലാണ്. ദുഃഖകരമെന്ന് പറയട്ടെ, പിന്നീട് ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ സംഭവിച്ചതും അതുതന്നെയാണ്. സങ്കീർത്തനം 106 പാഠങ്ങൾ വീണ്ടും യാഥാർത്ഥ്യമായി. എന്നാൽ സങ്കീർത്തനം 107 നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പ്രവാസത്തിന് ശേഷവും ദൈവം തന്നിലേക്ക് മടങ്ങി വരുന്നവരെ വീണ്ടും പുനഃസ്ഥാപിക്കുന്നു എന്നതാണ്. ദാവീദിൻ്റെ നിയമത്തിൻ്റെ ഹൃദയമിടിപ്പ് ഇതുതന്നെയാണ്. അതിൻ്റെ പൂർണ്ണ നിവൃത്തി ദാവീദിൻ്റെ മഹത്തായ പുത്രനായ യേശുക്രിസ്തുവിലാണ്. അവൻ നഷ്ടപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുന്നു, പാപികളെയോട് ക്ഷമിക്കുന്നു, നിത്യരാജ്യം സ്ഥാപിക്കുന്നു. ഈ 2 സങ്കീർത്തനങ്ങളും നമ്മുടെ സ്വന്തം ആത്മീയ യാത്രയുടെ പ്രതിബിംബങ്ങളാണ്. ചിലപ്പോൾ നാം സങ്കീർത്തനം 106 ഇസ്രായേലിനെ പോലെയാണ്. അനുഗ്രഹങ്ങൾക്കിടയിലും പിറുപിറുക്കുന്നു, ദൈവത്തിൻ്റെ നന്മ മറന്നു പോകുന്നു, ലോകത്തിൻ്റെ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നു, പൂർണ്ണ ഹൃദയ സമർപ്പണത്തിൽ നിന്ന് അകന്നു പോകുന്നു. എന്നാൽ ദൈവം ഇന്നും വിശ്വസ്തനാണ്. സങ്കീർത്തനം 107 നമ്മെ ഉറപ്പ് നൽകുന്നത് ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിന് അതീതമായ ഒരു സാഹചര്യവുമില്ല എന്നതാണ്. ഒരുപക്ഷെ ഇന്ന് ആരെങ്കിലും ആത്മീയമായി വഴിതെറ്റിയിരിക്കാം. ദൈവം ഇന്നും വഴി നടത്തുന്നു. ഒരുപക്ഷെ ആരെങ്കിലും പാപത്തിൻ്റെ ബന്ധനത്തിലായിരിക്കാം. ദൈവം ഇന്നും ചങ്ങലകൾ പൊട്ടിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും മാനസികമായി തളർന്നിരിക്കാം. ദൈവം ഇന്നും പുനഃസ്ഥാപിക്കുന്നു. ഒരുപക്ഷെ ആരെങ്കിലും ജീവിതത്തിൻ്റെ കൊടുങ്കാറ്റിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. ദൈവം അങ്ങനെയുള്ളവരോട് ഇന്നും പറയുകയാണ്, ശാന്തമാക, അടങ്ങുക. നാം കർത്താവിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മുടെ പരാജയങ്ങൾ ഒരിക്കലും അവസാന അധ്യായം ആകുന്നില്ല. പ്രിയമുള്ളവരെ, ഇന്ന് നാം ചിന്തിക്കേണ്ടുന്ന കാര്യങ്ങൾ: ഞാൻ ദൈവത്തിൻ്റെ നന്മയെ ഓർക്കുന്നുണ്ടോ, അതോ പതുക്കെ അവനെ മറന്നുകൊണ്ടിരിക്കുകയാണോ? ദൈവത്തെ മറക്കുന്നതാണ് പലപ്പോഴും ആത്മീയ തകർച്ചയുടെ ആദ്യപടി. നന്ദിയുള്ള ഹൃദയം എപ്പോഴും ദൈവത്തോട് ചേർന്നിരിക്കും. ഇന്നലെയുടെ അത്ഭുതം ഇന്നത്തെ മറന്നുപോയ ഓർമ്മയായി ഒരിക്കലും മാറാൻ അനുവദിക്കരുത്. 2, കഷ്ടത വരുമ്പോൾ ഞാൻ ആദ്യം ആരുടെ അടുക്കലേക്കാണ് ഓടുന്നത്? സങ്കീർത്തനം 107 വീണ്ടും വീണ്ടും പറയുന്നു, അവർ യഹോവയോട് നിലവിളിച്ചു. നാം ആദ്യം ഭയപ്പെടുന്നുവോ, ആദ്യം പിറുപിറുക്കുന്നുവോ? ആദ്യം സ്വന്തം ശക്തിയെ ആശ്രയിക്കുന്നുവോ, അല്ലെങ്കിൽ ആദ്യം ദൈവത്തോടെ നിലവിളിക്കുന്നുവോ? ഇസ്രായേലിനെ വിടുവിച്ച അതേ ദൈവം ഇന്നും തൻ്റെ മക്കളെ വിടുവിക്കുന്നു. സങ്കീർത്തനങ്ങൾ 106 107 നമ്മുടെ ദൈവബന്ധത്തിൻ്റെ 2 വശങ്ങളെ മനോഹരമായി വെളിപ്പെടുത്തുന്നു. സങ്കീർത്തനം 106 പറയുന്നു, നാം പലപ്പോഴും അവിശ്വസ്തരാണ്. സങ്കീർത്തനം 107 നമ്മോട് പറയുന്നു, ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ഒന്ന് മനുഷ്യൻ്റെ മത്സരത്തിൻ്റെ ദുഃഖം വെളിപ്പെടുത്തുന്നു, മറ്റൊന്ന് ദൈവിക വീണ്ടെടുപ്പിൻ്റെ മഹത്വം ഘോഷിക്കുന്നു. 2 ശമൂവേൽ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ മുഴുകി ആ അനുഗ്രഹങ്ങൾ നൽകിയ ദൈവത്തെ നാം ഒരിക്കലും മറക്കാതിരിക്കട്ടെ. നാം ഇടറി വീണാലും അവനെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും അവൻ്റെ കരുണ ഇന്നും ലഭ്യമാണെന്ന് എപ്പോഴും ഓർക്കട്ടെ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. ദൈവത്തിൻ്റെ നന്മയെ എപ്പോഴും ഓർത്തുകൊണ്ടും അവൻ്റെ വിശ്വസ്തതയിൽ ആശ്രയിച്ചുകൊണ്ടും അവൻ്റെ വീണ്ടെടുപ്പിൻ്റെ സ്നേഹം ലോകത്തോട് പ്രഖ്യാപിച്ചുകൊണ്ടും ജീവിക്കാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.